അമ്മണി അമ്മണി അമ്മച്ചി തൊട്ടോട്ടെ തൊട്ടോട്ടെ. ഹലോ ഗൈസ്, ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വന്ന ഞാൻ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്, എൻ്റെ ചാച്ചൻ്റെ വീട് മൂന്നാംകുറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ വെക്കേഷന് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. എൻ്റെ വല്യച്ഛനൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ വല്യച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ ഓടി നടന്ന, ഞങ്ങൾ കളിച്ച സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫീലിംഗ് സോ ഇമോഷണൽ ആൻഡ് നൊസ്റ്റാൾജിക്. ഓ മൈ ഗോഡ്, ലെറ്റ് മീ ഷോ യു ഗൈസ്. വല്യച്ഛനെ വീടിൻ്റെ മണ്ടാക്കിയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇത് മതിലാണ്, മതിലിനപ്പുറം നേരത്തെ പണ്ടി മതിലൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട്. ജനിച്ചു വളർന്ന വീട്, ഞങ്ങളുടെ കിണർ. ഇവിടെ കിണർ സൈഡിൽ നിന്ന് കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്. ഇത് ഞങ്ങളുടെ ആക്ച്വലി ഇത് പൊറോശം കേട്ടോ. ഇത് പൊറോശം. ഇത് അതാണ് ഫ്രണ്ട് വശം. അവരുടെ ആലുണ്ട്, ഒരു ആലുണ്ടോ, ആലുണ്ടായിരുന്നു. ആലല്ല, ഇലഞ്ഞി എന്ന് പറയും. ഒരുപാട് മാറി അങ്ങനെ തന്നെ കിടക്കും, പക്ഷെ കാടെല്ലാം അങ്ങനെ കിടക്കും എന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളു. ഞങ്ങളന്ന് ഒരുപാട്, അച്ഛൻ്റെ ഒരു വല്യച്ഛനും ഫാമിലിയൊക്കെ അവിടെ വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ നമ്മൾ ഒരുമിച്ചാണ് മാറിയത്. ഞങ്ങളുടെ മൂത്ത വല്യച്ഛൻ മാത്രമേ ഇപ്പൊ ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പം ജനിച്ചു വളർന്ന വീട് ഇത് മൊത്തം ഇപ്പൊ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ അവിടെയൊക്കെ വന്നു. പക്ഷെ ഒരുപാട് അയ്യൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് മാങ്ങയും ചക്കയും മാങ്ങയും തേങ്ങയും എന്തെല്ലാം വേണം അതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് ആൾക്കാർ മാറുമ്പം, കാലം മാറുമ്പോൾ കോലം മാറുമെന്ന് പറഞ്ഞുകൊണ്ടെല്ലാം മാറി. പക്ഷെ ഒരു വൈബ് എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. എൻ്റെ കുഞ്ഞിലത്തെ ആ വൈബ് ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട് തന്നെയായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. അവിടെയും അവരെല്ലാം അങ്ങനെ തന്നെ ഇട്ടേക്കും. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ വിറ്റിട്ട് പോയതുകൊണ്ട് അവിടെ അവിടെ ഒരു വീടുണ്ടായിരുന്നു, വലിയൊരു വീടുണ്ട് അവിടെ. പുത്തൻ വീട്ടിൽ പടിയിട്ടെന്ന് പറഞ്ഞൊരു വീടുണ്ട്. ആ വലിയ വീട്ടുകാർക്കാണ് എല്ലാം കൊടുത്തിട്ട് പോയത്. ഓ മൈ ഗോഡ്, ഇതാട്ടോ ഫ്രണ്ട് വ്യൂ. ഞങ്ങളുടെ ഡോറ്. സന്തോഷം, ഒരിക്കൽ കൂടി ആ വീടൊന്ന് കാണാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ജനിച്ചു വളർന്ന വീടൊക്കെ, അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. യൂണിവേഴ്സ് എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നത് കാണാൻ ഉള്ള അവസരം ഉണ്ടാക്കി തന്നതൊക്കെ നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുക കേട്ടോ. എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇത്രയും കൊല്ലമായിട്ട് അത് ആ വീട് അങ്ങനെ കിടക്കുക. ആ ഓടും ആ ജനലും എല്ലാം അങ്ങനെ തന്നെയുണ്ട്. ഓക്കെ, അവിടെ നിന്ന് എനിക്ക് തോന്നുന്നൊരു എത്ര വയസ്സ് മുമ്പൊക്കെ, 10 വയസ്സ് മുമ്പൊക്കെ ഞാൻ പോയെന്ന്, 10-12 വയസ്സ് വരെ കൂടെ ഉണ്ടായിരുന്നു തോന്നി. ഞാൻ 12 വയസ്സുണ്ടായിരുന്നു എന്ന് ഡൗട്ടാ. ഞാൻ 4 പഠിക്കുമ്പോൾ 9 വയസ്സ്, 10 വയസ്സിന് മുമ്പേ ഞാൻ പോയി. 4 വരെ ഇവിടെ പഠിച്ചത് ഞാൻ. അപ്പം സന്തോഷം, നിങ്ങളെ കാണിക്കാൻ പറ്റിയൊരു വലിയ സന്തോഷം ഇതൊക്കെ. അപ്പം നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഒരു ഇലഞ്ഞി എന്ന് പറയുന്ന ഇഷ്ടം പോലെ പൂ ഉണ്ടാകുന്ന ഒരു മരമാണ്. ആ പൂ ഇങ്ങനെ വീണിടങ്ങി ഞങ്ങളുണ്ടാക്കി മാലയൊക്കെ കോർക്കുമായിരുന്നു. ഞങ്ങളെ ഇവിടെ 5-8 ഫാമിലി എല്ലാവരും കൂടെ. ഇവിടെ വല്യച്ഛന് 2 മക്കളുണ്ട്. അവർ ഒരുപാട് ഓൾമോസ്റ്റ് വളർന്ന പിള്ളേർ. അവർ സ്കൂളിലൊക്കെ പോകും. പിന്നെ നമുക്ക് ചെറിയ എൻ്റെ താഴെയുള്ള വല്യച്ഛനുണ്ടായിരുന്നു. അവർക്ക് 2 പേരുണ്ടായിരുന്നു. പിന്നെ അവരെ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ വരുമായിരുന്നു. മിക്കപ്പോഴും വരും. അവർക്ക് അപ്പുറത്തൊക്കെ താമസം. അപ്പം ഓഫുള്ള ദിവസങ്ങളിൽ, സ്കൂളിൽ അടവുള്ള ദിവസങ്ങളിൽ അവരൊക്കെ വരും. അപ്പം അവർ മക്കളൊക്കെ എല്ലാവരുടെ കൂട്ടി 5-8-10 പിള്ളേരെല്ലാം കൂടെ കൂട്ടി, അത് മണ്ടയ്ക്കുണ്ടെങ്കിലേ ഉള്ളൂ. പണ്ടൊക്കെ കൂട്ടുകുടുംബം ആണല്ലോ. എന്തെങ്കിലും ഒരു വിശേഷമോ, ഒരു ശനിയാഴ്ചയോ, ഒരു ഓഫോ, ഒരു ഹർത്താലൊക്കെ വന്ന് എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും കാണുമായിരുന്നു. ഞങ്ങളെല്ലാം ഓടി നടന്ന് കളിച്ച സ്ഥലങ്ങളാണ്. ഫീലിംഗ് സോ ഇമോഷണൽ. ഒരിക്കൽ കൂടി അതൊന്ന് ആലോചിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം ഇതായിട്ടൊരു വ്ളോഗ് ഇടുന്നില്ല. ഞാൻ വിചാരിച്ചൊരു വ്ളോഗൊക്കെ ചെയ്യണം അങ്ങോട്ടൊക്കെ പോയിട്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ
വലിയ ഇവിടെ പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ചാണകം എല്ലാം അവിടെ കൂട്ടിയിട്ടേക്ക് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വെച്ചാൽ അതൊരു വലിയ എല്ലാ റൂമൊക്കെ ഒന്ന് കാണിച്ചൊരു പരിചയപ്പെടുത്തിക്കൊണ്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, അങ്ങോട്ട് പോകുന്നാൽ എൻ്റെ കൈ സ്കിന്നെല്ലാം അലർജിക്ക്. അപ്പം ഞാൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, കൊതുവും ഉള്ള പണികളൊക്കെ കാണുമായിരിക്കും. സോ വലിയച്ഛനെ വീണ്ടും മണ്ടയ്ക്ക് ചെയ്യുക. അയ്യോ സന്തോഷം, ഒരിക്കൽ കൂടി കാണാൻ പറ്റില്ല. യൂണിവേഴ്സിനോടും ദൈവത്തോടും നന്ദി പറയുന്നു. ഇനി കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ഇനിയും പോയിട്ട് വരുമ്പോഴത്തേക്കില്ല ഇതൊക്കെ പൊളിച്ച് മാറ്റിയോ. എത്ര വർഷങ്ങൾക്ക് ശേഷമോ, ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് ശേഷമോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാനും ഇതിന് എൻ്റെ മരണം വരെ സൂക്ഷിച്ചു വെക്കാനും പറ്റുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ വീട് അങ്ങോട്ടൊക്കെ പോയി കാണിക്കുന്ന ഫ്രണ്ടിൽ നിന്ന് പറ്റുന്ന ഫ്രണ്ട് വ്യൂ കാണിച്ചത് അങ്ങോട്ട് പോയിട്ട്. ഇനി എൻ്റെ മരണം വരെ എനിക്കിത് കാണാമല്ലോ, ജനിച്ചു വളർന്ന വീട് കാണാമല്ലോ എന്ന് ഒരു ഹാപ്പിനെസ് ഉണ്ട് മനസ്സിൽ. സോ ബൈ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാൻ പറ്റിയെങ്കിൽ ഫ്രണ്ട് വ്യൂ കാണിച്ചിട്ട് ഞാൻ അവിടെ അങ്ങേയറ്റം മതിലിൻ്റെ അങ്ങേയറ്റം പോയി താഴെ ഇറങ്ങിക്കൊണ്ട് കാണിച്ചിട്ട്. ഓക്കെ, സോ ഇവിടെ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട്. അയ്യോ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പം കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കാട് കയറി വാഴയൊക്കെ ചുമ്മാ വാഴയൊക്കെ കിളിച്ച് നിന്ന് എന്തോരം കൊലയാണ് നിൽക്കുന്നത് നോക്കി. ചുമ്മാ വാഴയൊക്കെ കിളിച്ചങ്ങ് നിൽക്കുകയുള്ളൂ. ഇഷ്ടംപോലെ ചാണകമുണ്ട്, ഒന്നും വളമൊന്നും വേണ്ട. പണ്ട് ഇത് തന്നെ വാഴയും ചക്കയും മാങ്ങയും തേങ്ങയും ഒന്നിനെയൊന്നും പോകണ്ട. കപ്പയും ഈ വലിയ വീട്ടുകാരുണ്ടല്ലോ, അവർ കൃഷി ചെയ്യുമായിരുന്നു വലിയ മൊത്തം. അപ്പം അവർ കൃഷി ചെയ്യുമെന്നല്ലാതെ അവർ നോക്കുമോ അങ്ങനൊന്നുമില്ല. നമ്മൾ തന്നെ 3-4 കുടുംബക്കാരുണ്ട്. നമ്മളെല്ലാവരുടെ പിള്ളേരെല്ലാം പോയി പറിച്ചെടുക്കുക, കഴിക്കുക. അവരെന്ത് നോക്കുന്ന വലിയ ആൾക്കാരൊന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പലർക്കും വലിയ ശബരിമലയിലൊക്കെ പ്രസിഡന്റായിട്ടോ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന വലിയൊരു ഫാമിലി ആണ്. ഒരു തറവാട് പോലത്തെ ഒരു കുടുംബം അവരുടെ പുത്തൻ വീട്ടിൽ പഠിച്ചതെന്ന് പറഞ്ഞു. ഇപ്പൊ വലിയതായിട്ടൊരു പ്രൊമിനൻസിലാണ് വെച്ചാൽ കാലഘട്ടം മാറിയില്ലേ. അവരുടെ മക്കൾ രണ്ടും ഡോക്ടേഴ്സ്. അപ്പൊ അവര് എബ്രോഡിലൊക്കെ അവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ബിസിനസ്സൊന്നുമില്ല. ബിസിനസ്സിലൊക്കെ നിന്നാലല്ലേ നമ്മുടെ നാട്ടുകാരുമായിട്ടൊക്കെ ഇടപെട്ട് അവരുടെ മുമ്പിൽ ഒരു പ്രൊമിനന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മക്കളൊക്കെ പഠിച്ചു വന്നപ്പോൾ അവർ ഡോക്ടേഴ്സും അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എബ്രോഡും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം ഇബ്രോഡായിട്ട് അങ്ങനെ കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ തമ്പ്രാന്മാരെ പോലെയൊക്കെ ഇവിടെ ഉത്സവമൊക്കെ വരുമ്പോൾ അവർ വലിയ രീതിയിൽ സദ്യയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നാട്ടുകാരുടെ ഇടയിൽ ഇവർ രാജാക്കന്മാരെ പോലായിരുന്നു ഞങ്ങളുടെ ഇടയിലൊക്കെ. അപ്പം അവരുടെ മക്കളൊക്കെ ഇപ്പോൾ സുഷമ്മയും സുരേഷ് സുഭാഷ് എന്തോ ഐഡോണ്ട് അവരൊക്കെ പോയി. അപ്പോൾ ഓക്കെ ബൈ. അപ്പം കാണാം, ചാച്ചൻ വിളിക്കുന്നു. ഓക്കെ ബൈ.